നമ്മൾ ഇപ്പോൾ ഒരു തിയേറ്ററിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ കൺസേൺ ചെയ്യുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് 2 പാർട്ടാണ് അതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ഇൻറ്റീരിയർ ഇൻസ്റ്റാളേഷൻ ഇലക്ട്രിക്കൽ സെക്ഷനും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോ വീഡിയോ എക്യുപ്മെൻറ്റ്സ്, ആ ഒരു ഏരിയയാണ്. അപ്പം നമ്മൾ ഇൻറ്റീരിയറിന് ഒരു റൂമിൻ്റെ സൈസ് അനുസരിച്ച് അതിൽ നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്ന സ്പെക്ക് അനുസരിച്ചിട്ട് അക്വാസ്റ്റിക് ട്രീറ്റ്മെൻറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ നോക്കിയിട്ട് അതിന് ഒരു ലിമിറ്റിൽ നമുക്ക് നിൽക്കും. പക്ഷേ അതുപോലല്ല നമ്മൾ എക്യുപ്മെൻറ്റ്സിൻ്റെ ഏരിയ അതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എൻട്രി ലെവലാണെങ്കിൽ ഇപ്പം ഇവിടെ 250 BT AVR, അതുപോലെ സ്റ്റാൻഡേർഡ് AVR ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്തിന് നമുക്ക് ലോക്കൽ മെയ്ഡായിട്ടുള്ള ചൈനീസ് മെയ്ഡായിട്ടുള്ള 5.1 AVRs ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് കണ്ടൻറ്റ് അല്ലെ അതുപോലെ ഇൻപുട്ട് ഡിവൈസുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബ്രാൻഡ് ഐറ്റംസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്ന് ഇപ്പം നമ്മൾ സ്ക്രീന് അല്ലെ പ്രൊജക്ടർ ഇതിലോട്ട് പോകുമ്പോൾ സ്ക്രീനിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നമുക്ക് റൂമിൻ്റെ ലെങ്ത് അനുസരിച്ച് അക്വാസ്റ്റിക് സ്ക്രീൻ ഉണ്ട്. അത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമുക്ക് സ്പീക്കേഴ്സൊക്കെ കുറച്ചുകൂടെ ബിഹൈൻഡ് ദ സ്ക്രീനായിട്ട് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ക്രീനുകളാണ്. അതുപോലെ നമ്മൾ പ്രൊജക്ടറിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം ഫുൾ HD പ്രൊജക്ടേഴ്സ്, അതും സിനിമ പ്രൊജക്ടേഴ്സ്, ഇത് തന്നെ നമ്മളിപ്പോൾ ലോ ബഡ്ജറ്റിൽ ഈ ബ്രാൻഡഡ് ഐറ്റംസിൽ ബിസിനസ് പ്രൊജക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതാകുമ്പോൾ നമുക്കത് മൂവിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതിൻ്റെ ഒരുപാട് ഡ്രോബാക്ക് ഉള്ളതിലുണ്ട്. നമ്മൾ എൻട്രി ലെവലാണെങ്കിൽ കൂടെ നമ്മളിപ്പം ഒപ്റ്റോമ, അതുപോലെ ബെൻക്യൂ, ഏകദേശം ഒരു 60-65,000 ആ റേഞ്ചിൽ വരുന്ന പ്രൊജക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ 4K പോകുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും എൻട്രി ലെവലുള്ള 4K പ്രൊജക്ടറിന് ഒരു 1.5 അതിൻ്റെ ഉള്ളിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് പിന്നെ നമ്മൾ ലേസർ അതുപോലെ പോകുന്നതനുസരിച്ച് അതിൻ്റെ ഒരു വലിയൊരു റേറ്റിലോട്ട് പോകും. അതെല്ലാം നമ്മുടെ ഒരു ബഡ്ജറ്റ് കൺസേൺ അനുസരിച്ചാണ് നമ്മളതൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ ചൈനീസ് മെയ്ഡ് സ്മാർട്ട് പ്രൊജക്ടേഴ്സ്, അപ്പോൾ അതിൻ്റെ ലൂമിൻസൊക്കെ കാണുമ്പം നമ്മുടെ ഒരു സിനിമ സ്റ്റാൻഡേർഡ് പ്രൊജക്ടറിൻ്റെ ലൂമിൻസിനേക്കാൾ ചിലപ്പോൾ അധികമൊക്കെ കാണും. പക്ഷേ അത് ഒന്ന് ആൻസി ലൂമിൻസും ഒന്ന് സാധാ ലൂമിൻസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് കമ്പയർ ചെയ്യാനുള്ള അറിയില്ല. പെട്ടെന്ന് നമ്മൾ ഈ ബഡ്ജറ്റ് പറയുമ്പോൾ ഇതാണ് ലോ ബഡ്ജറ്റ് എന്നുള്ളൊരു ചോദ്യം പല സൈഡിൽ നിന്നും കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ പറ്റി ഒന്ന് പറഞ്ഞത്.